യൂണിറ്റ് 4. ഓക്കെ, അത് നമ്മൾ അടുത്ത പാർട്ട് നമ്മുടെ ലീനിയർ ഓൾജിബ്ര 2 ഉണ്ടായിരുന്ന കഴിഞ്ഞു. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മെട്രിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനൻ്റാത്തെയും പാർട്ടിലെ ഓപ്പറേഷൻസ് ഒക്കെ ഏകദേശം പോലെ. അതുകൊണ്ട് മെട്രിക്സിന്റെ കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ റോ ഓപ്പറേഷൻസ് മാത്രം എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, റോ ആൻഡ് കോളം എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ റാങ്ക് ഓഫ് ദ മെട്രിക്സും ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്താൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. മെട്രിക്സിന്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബി വെരി കെയർഫുൾ, ബിക്കോസ് നമ്മളൊരു മെട്രിക്സ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് എലിമെന്റ്സ് ആർ ദെയർ. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എലിമെന്റ് ഈസ് റോങ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് റോങ്ലി, ദ എൻറ്റയർ മെട്രിക്സ് വിൽ ബി ചേഞ്ച്ഡ്. പിന്നെ നമ്മൾ ബാക്കി ചെയ്യുന്നത് മുഴുവൻ വേസ്റ്റാണ്. കാര്യം കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അത്രയും ടൈം നമുക്ക് വേസ്റ്റാണ്, നമ്മൾ അത്രയും വർക്ക് വേസ്റ്റ് ആയി പോകും. യു ഷുഡ് ബി വെരി കെയർഫുൾ. പക്ഷെ മെട്രിക്സ് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് സിമ്പിളാണ്, ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നൗ കം ടു ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ പ്രൂഫ് ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ. ഓക്കെ, ലീഗലി യൂസ് ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് രണ്ട് സ്റ്റെപ്പാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, നോ കം ടു ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമ്മളൊരു റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട 2 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Pn എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇൻവോൾവിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് n. ഇഫ് P1, ഫസ്റ്റ് നമ്മൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമുക്കൊരു റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ റിസൾട്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് വരാം. നമുക്കൊരു റിസൾട്ട് തന്നിട്ടുണ്ട് ഇൻവോൾവിങ് ദ നാച്ചുറൽ നമ്പേഴ്സ്. സോ ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിന് റിസൾട്ട് ഈസ് ട്രൂ. അതായത് പുട്ട് n ഈക്വൽ ടു തന്നിരിക്കുന്ന ഒരു റിസൾട്ടിൽ പുട്ട് n ഈക്വൽ ടു 1, ആ റിസൾട്ട് പ്രൂവ് ആണെന്ന് ഷോ ചെയ്യുക. ദെൻ n ഈക്വൽ ടു 1, 2, 3 ഒക്കെ യൂഷ്വലി നമ്മൾ 1, 2, 3 വരെയൊക്കെ ചെയ്യും കേട്ടോ. ഫോർമലി പറയുമ്പോൾ മാത്രമേ 1 എന്ന് പറയുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സിമ്പിൾ ആണെങ്കിൽ 1, 2, 3 നമ്മൾ ആദ്യത്തെ 2, 3 നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ റിസൾട്ട് പ്രൂവ് ആണ്. അതായത് എന്നിന്റെ വാല്യൂ 1 പുട്ട് ചെയ്യുക, 2 പുട്ട് ചെയ്യുക, 3 പുട്ട് ചെയ്യുക, വി വിൽ ഗെറ്റ് ദ ആൻസർ. റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. ഇപ്പൊ n ഈക്വൽ ടു k റിസൾട്ട് ട്രൂ ആണ് വി അസ്യൂം ദാറ്റ്. then we have to prove that the result is true for p. n ഈക്വൽ ടു k എന്ന് പറയുന്ന ഒരു ഇന്റിജറിന് നമ്മൾ അസ്യൂം ചെയ്യുന്ന റിസൾട്ട് ട്രൂ ആണ്. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ നെക്സ്റ്റ് ഇന്റിജർ. ഓക്കെ, ഇഫ് സോ അത് ട്രൂ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ ഹലോ ഓക്കെ മാം. ഓക്കെ, അപ്പം ഈ 2 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഇൻ അതർ വേർഡ്സ്, ടു പ്രൂവ് ദ സ്റ്റേറ്റ്മെന്റ് Pn holds for all natural numbers, we must go through 2 steps. First, we must prove that P1 is true. Second, we must prove that Pk plus 1 is true whenever Pk is true. Okay. Okay, let us do one problem. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഇത്രയും പോകുന്നതനുസരിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒത്തിരി സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യത്തില്ല പോർഷൻ. ഓക്കെ, okay. Now come to use the principle of mathematical induction to prove that 2 plus 4 plus 6 plus up to 2n equal to n into n plus 1 for each natural numbers. Okay. Now this is the result. 2 plus 4 plus 6 up to 2n equal to n into n plus 1. Okay. Is it clear? Question is clear?
ഹലോ. ക്ലിയർ ആയി മാം. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം ഞാൻ ചോദിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, നൗ ബൈ ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വി മസ്റ്റ് ഷോ ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. സോ തന്നിരിക്കുന്ന ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട്. അതിൻ്റെ അകത്ത് പുട്ട് n ഈക്വൽ ടു 1. വെൻ n ഈക്വൽ ടു 1 എന്താവും? 2 ഇൻറ്റു 1. അതായത് ഫസ്റ്റ് എലിമെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് അപ് ടു 2n വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ 2 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ അല്ലേ? ഹലോ ഹലോ, ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ 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 പിള്ളേര്, ഞാൻ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, ഞാൻ സ്റ്റക്ക് ആവും അല്ലെങ്കിൽ. ഓക്കെ, 2 ഇൻറ്റു 1 ഈക്വൽ ടു എന്നിന്റെ വാല്യൂ n ഈക്വൽ ടു 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 1 ഇൻറ്റു 1 പ്ലസ് 1 2 അല്ലേ? ദാറ്റ് ഈസ് 2 ഈക്വൽ ടു 2. ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ഈസ് ഇറ്റ് ക്ലിയർ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി n ഈക്വൽ ടു 1 മാത്രം ചെയ്യണമെന്നില്ല, n ഈക്വൽ ടു 2 വേണേൽ നമുക്ക് ചെയ്യാം. n ഈക്വൽ ടു 2 3 യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ആദ്യത്തെ 1 2 ഇൻറ്റിജേഴ്സ് നമ്മൾ പറയും. n ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കറിയാം n ഈക്വൽ ടു 2 കൊടുക്കുമ്പം ഈ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 4. ദാറ്റ് ഈസ് 2 പ്ലസ് 4 അല്ലേ? ലെഫ്റ്റ് സൈഡ് കറക്റ്റ് അല്ലേ? ഹലോ, കറക്റ്റ് അല്ലേ? ദിസ് ഈസ് ദ കേസ് n ഈക്വൽ ടു 1. 2 പ്ലസ് 4 ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? n ഈക്വൽ ടു 2 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 പ്ലസ് 1 3, റൈറ്റ്? 2 പ്ലസ് 4 ഈക്വൽ ടു 6 ആൻഡ് 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. സി, ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 2. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വി assume that result is true for some k. ആ k എന്ന് പറയുന്നത് റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. അതായത് പി കെക്ക് റിസൾട്ട് ട്രൂ ആണ്. ദെൻ വി ഹാവ് ടു ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ വി അസ്യൂം ഇത് നമ്മുടെ അസംഷനാണ്. വി അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ k. ദാറ്റ് ഈസ് 2 plus 4 plus 6 up to 2k equal to, this is equation 1, k into k plus 1. That is, we assume that result is true for n equal to k. നമ്മുടെ assumption we assume that. Okay, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? The result, now we have to prove that the result is true for n equal to k plus 1 ന്, അതായത് നെക്സ്റ്റ് ഇൻറ്റിജർ n equal to k plus 1 ന് ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. Okay, is it clear? So we write the left side. What is that? 2 plus 4 plus 6 plus up to 2k plus 2 into k plus 1. That is n equal to k plus 1. See, നമ്മുടെ ജനറൽ റിസൾട്ട് എന്തായിരുന്നു? 2 plus 4 plus 6 up to 2 into n ആണ്. നമ്മൾ n equal to k plus 1 ന് പ്രൂവ് ചെയ്യാൻ പോവാം. Is it clear? Okay. Okay. So which is equal to n into n plus 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. That is k plus 1 into n എന്ന് പറയുന്നത് k plus 1 ആണ് കൊടുത്തിരിക്കുന്നത്. So n എന്ന് പറയുന്നത് k plus 1 into k plus 1 plus 1. That is k plus 1 into k plus 2. അല്ലേ? ഇത് നമ്മൾ 1 എന്ന് കൊടുത്താൽ ഇത് നമുക്ക് 2 എന്ന് കൊടുക്കാം കേട്ടോ. Question 2. ഓക്കെ, അപ്പൊ ഈ 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Is it clear? ഹലോ, ക്ലിയർ ആണോ? ഹലോ, 1 minute, ഒരു റേഞ്ച് കട്ടാം.
ചേട്ടാ ഹരീഷേടെ ഹലോ ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നു. ഹലോ ഹലോ കേക്കാം. ഹലോ മുന്നോട്ട് പോവാം. വേറെ ആരും ഇല്ലേ? പവിത്ര പ്ലീസ് റെസ്പോണ്ട്. കുട്ടികളെ പവിത്ര ഉണ്ടോ അവിടെ? ഹലോ 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 എനിവൺ? ജേക്കബ് പിള്ളേരെ ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. Pavitra, hello, are you there? Setu Lakshmi, hello, please respond. Jacob, ഓക്കെ hello. കേക്കാം Jacob, മിസ്. ഓക്കെ. okay. Now we will assume that equal to k plus 1. So for n equal to k plus 1, the left side should be 2k plus 2 into k plus 1. Then we have to prove that left side equal to right side. N equal to k plus 1. So n into n plus 1, that is k plus 1 into k plus 2. അല്ലേ? ഈ റൈറ്റ് സൈഡ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഈ ലെഫ്റ്റ് സൈഡ്. Is it clear? Okay. Now left side of the നമ്പർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഇക്വേഷൻ 1. എനിവേ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 2 plus 4 plus 6 up to 2k plus 2 into k plus 1. Is it clear? Clear. And we know that up to this, we assume that the result is true for n equal to k. Okay. So up to this, we can write it as for n equal to k, right side will be k into k plus 1. Okay. So up to this, it will be k into k plus 1 plus the last term, 2 into k plus 1. Is it clear? Clear. Okay. Now we have two terms. Now taking k plus 1 outside, ഇവിടെ നമ്മൾ k plus 1 outside എടുത്തു കഴിഞ്ഞാൽ രണ്ടിടത്തും k plus 1 ഉണ്ട് നമ്മുടെ രണ്ട് ടേമിലും, അല്ലേ? നമ്മൾ രണ്ട് ടേമിലും k plus 1 ഉണ്ട്. നമ്മൾ ഈ k plus 1 രണ്ട് ടേമിൽ നിന്നും വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ടേമാണ് ഉള്ളത്. ഇവിടുത്തെ k plus 1 ഇവിടുത്തെ k plus 1 വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അകത്ത് ഏത് വരും? ഫസ്റ്റ് ടേമിൻ്റെ അകത്തെ kയും ഉണ്ട് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ അകത്തെ k plus 2 ഉണ്ട്. Is it clear? Okay. That is right side of 1. Okay. k plus 1 into k plus 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൂഫ് ടെക്നിക്. നമുക്ക് പല ടെക്നിക്കുകൾ പല പ്രൂഫുകളും നമുക്ക് ട്രൂ ആകാത്ത സിറ്റുവേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് ടെക്നിക്ക് അല്ലെങ്കിൽ പോലും ഇൻഡിജേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. n equal to 1 പ്രൂവ് ചെയ്യുക. ഫോർമലി നമ്മൾ പറയുമ്പോൾ n equal to 1 എന്നാണ്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ n equal to 1 2 ഒക്കെ വേണം ചെയ്യാം. ദെൻ നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
we assume that the result is true for n equal to k. ആ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ prove that result is true for n equal to k plus 1. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതുക, ലെഫ്റ്റ് സൈഡിനെ റീഅറേഞ്ച് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ഈസ് ഇറ്റ് ക്ലിയർ? ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്ക, ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് സ്പീഡിൽ ചെയ്യുക. നമ്മുടെ പോർഷൻ കവർ ചെയ്യത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകണം കേട്ടോ. കാരണം നമുക്ക് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ അടുത്ത ഈ ഒരു നെക്സ്റ്റ് ബ്ലോക്ക്, ഇത് ഫസ്റ്റ് ബ്ലോക്ക് ആയതേ ഉള്ളൂ. സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അടുത്ത ബ്ലോക്കിലോട്ട് നമ്മൾ വരുമ്പോൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇത്തിരി ടൈം മുന്നോട്ട് എടുക്കുന്ന ഒരു കുറച്ച് സാധനങ്ങളാണ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിച്ച ലെവലിൽ അത്രയും ആ ഒരു ഡെപ്തിലോട്ട് പോലും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിലബസ് ഒന്നും. ചെയ്ത് കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞോ? നമുക്ക് അടുത്തിലോട്ട് പോവാം. What about others? ഹലോ പവിത്ര, ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? ആരും ഇല്ലാഞ്ഞിട്ടാണോ അത് റെസ്പോണ്ട് ചെയ്യാത്തതാണോ? സേതുലക്ഷ്മി ചെയ്യുന്നുണ്ടോ? What about ആനന്ദ്? ചെയ്യുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ, ചെയ്തില്ലേ? നമുക്ക് മുന്നോട്ട് പോട്ടെ. Okay, now we have a note. While writing the LHS of pk plus 1, you must remember that not only you should write the last term of the series, but also write the okay, if you know, okay, and the portion, okay, this one. This shows that the result holds for, right? This shows that the result holds for n equal to k plus 1. Therefore, the result is the truth of pk implies the truth of pk plus 1. The two steps required for a proof of mathematical induction have been completed. So our statement is true for each natural number n.
Okay, you should conclude that. Hello? കേൾക്കാം. Okay. അപ്പം ബാക്കി പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുക. ലെഫ്റ്റ് സൈഡ് എഴുതുക, റൈറ്റ് സൈഡിന്റെ ഫോമാറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന റിസൾട്ടുകളാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാറുള്ളത് യൂഷ്വലി. ഓക്കെ ഓക്കെ, നൗ ഇതെല്ലാം ചെയ്ത് നിങ്ങൾ നോക്കുക. എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്, അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നൗ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ബ്ലോക്ക് 2ന്റെ സീക്വൻസ് ആൻഡ് സീരീസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചിരിക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ, ഹാർമോണിക് പ്രോഗ്രഷൻ ഒക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ? ഓക്കെ, ഹലോ, കേൾക്കാം. അത് തന്നെയാണ് അത് തന്നെയാണ് വരുന്നത്. പ്രോഗ്രഷൻസ് പഠിച്ചിരുന്നില്ലേ? Okay, now come to the arithmetic progression is a sequence of terms such that the difference between any term and the one immediately preceding it is a constant. അതായത് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാറുള്ളത് അല്ലേ. ദിസ് ഈസ് എ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ദാറ്റ് ഈസ് അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലോട്ട് പോകാനായിട്ട് ആ ഡിഫറൻസ് ആയിരിക്കും, ഓർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു നമ്പേഴ്സ് വിൽ ബി സെയിം. ഓക്കെ, ത്രൂ ഔട്ട് ദ സീരീസ്. ഈസ് ഇറ്റ് ക്ലിയർ? Okay, now see, this is also a series. The common difference is 0. 2, 2, 2, 2, 2. This is also a arithmetic progression. In short, we say that it's an AP. Okay, that is, in generally we say that a plus d, a plus 2d. That is, we add d to the first element, we get the second one. Add again the difference d, we get a plus d plus d, a plus 2d. Similarly, a plus 3d, etc. We call a as the first term and d as the common difference. Okay, now come to a formula. And the nth term of an AP is denoted by an equal to a plus n minus 1 into d. A is the first term, n is the nth term, number of terms, and d is the common difference. Okay, now write this formula. This is the AP, then the nth term of the AP an equal to a plus n minus 1 into d. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നാലും നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് എഴുതി വെക്കുക, മറന്നു പോകരുത്. Is it clear? Okay, now come to ഇത് ഓരോന്നിൻ്റെ ഫസ്റ്റ് ടേം ഡിഫറൻസ് എന്തെന്നൊക്കെയൊക്കെ എഴുതിയിരിക്കുന്നത് എഴുതുക. nth ടേം അതിന്റെ ഓരോ ടേമുകൾ കണ്ടുപിടിക്കാൻ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് അതിൻ്റെ അകത്തും വരുന്നത്. ഓക്കെ, നൗ കം ടു ദ ഡിഫറൻസ് ഓഫ് 2 ടേംസ് ഓഫ് ആൻ AP. ദാറ്റ് ഈസ് രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ഓഫ് 2 ടേംസ് ഓഫ് ആൻ AP. എനി 2 ടേംസ്, എന്താ പറയാ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് നമുക്കറിയാം അതിന്റെ ഡിഫറൻസ് വന്ന d ആയിരിക്കുന്നത്. ബട്ട് എനി 2 ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് a rth ടേം ആൻഡ് sth ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പ്രൂഫ് പാർട്ടിലോട്ട് വരണമെന്നില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ rth ടേം ആൻഡ് sth ടേം ഈക്വൽ ടു r മൈനസ് s ഇൻറ്റു d. ഓക്കെ, ദിസ് ഈസ് അനദർ ഫോർമുല. ഈ ഫോർമുല ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ജനറലി മറ്റേ ഫോർമുലയിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം. a പ്ലസ് n മൈനസ് 1 rth ടേം a പ്ലസ് r മൈനസ് 1 ഇൻറ്റു d മൈനസ് a ക്യാൻസൽഡ് ആയി പോവും, d ക്യാൻസൽഡ് ആയി പോവും. സോ r മൈനസ് s ഇൻറ്റു d വന്നിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജനറൽ ഫോർമുലയ്ക്കകത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ടെണ്ണം, an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇത് മറന്നു പോകരുത് ഒരു കാരണവശാലും. എന്ന് പറയുന്ന ഫസ്റ്റ് ടേം d is the common difference. Then the nth term an equal to. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് ഇക്വേഷൻ ആയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ അതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരാം. ഓക്കെ, നൗ ലെറ്റ് us do one problem. Which term of the AP തന്നിരിക്കുന്നത് 3, 15, 27, 39, etc. will be 132 more than its 54th term? എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. വിച്ച് ടേം ഓഫ് ദ AP. ഓക്കെ, അപ്പം nth ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
n കണ്ടുപിടിക്കണം. ഓക്കെ, വിച്ച് ടേം ഓഫ് ദ എ പി ഈസ് ഗിവൺ 3, 15, 27, 39 എക്സെട്ര. അത് നമുക്ക് ഇതിനകത്ത് നിന്ന് എയും കിട്ടും ഡിയും കിട്ടും. ഓക്കെ, ഹലോ, കേൾക്കാം. ഓക്കെ, will be 132 more than the 54th term. 54th term എന്ന് പറയുന്നത് ഏതാ? A54 അല്ലേ? അല്ലേ? അപ്പൊ nth term എന്ന് പറയുന്നത് we assume that it is equal to an. അതിന്റെ അകത്ത് n നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ടേം ഓഫ് ദ എ പി. an നമുക്ക് n കണ്ടുപിടിക്കണം ഫ്രം ദ ഇക്വേഷൻ. ദാറ്റ് ഈസ് will be 132 more than ഇറ്റ്സ് 54th ടേം. അതായത് 54th ടേമിനേക്കാളും A54-നേക്കാളും 132 മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ when we add 132 to the 54th term, we get the nth term. Okay, is it clear? തന്നിരിക്കുക ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതിക്കുക. ദെൻ സി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ an മൈനസ് A54 ഈക്വൽ ടു 132. ദാറ്റ് ഈസ് നമ്മുടെ ആ കോമൺ formula AR minus AS equal to R minus S into D. That is N minus R minus S into N minus 54 into D. What is D? A is നമ്മുടെ AP തന്നിരിക്കുന്ന നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം A equal to 3 അല്ലേ? ഫസ്റ്റ് ടേം ഈക്വൽ ടു 3 ആൻഡ് വാട്ട് ഈസ് D? കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു. അപ്പൊ ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. തിരിച്ചു പോരുത്, സൈൻ മാറിപ്പോരുത്. ഓക്കെ, നമ്മൾ nth ടേമിൽ നിന്ന് n-1th ടേം കുറയ്ക്കണം. റൈറ്റിൽ നിന്ന് ബാക്കാ കുറയ്ക്കേണ്ടത്. ഓക്കെ, 15 മൈനസ് 3 വാട്ട് ഈസ് ദാറ്റ്? 12. സെയിം ആയിരിക്കും 27 മൈനസ് 15, സെയിം ആയിരിക്കും 39 മൈനസ് 27 ആൻഡ് d ഈക്വൽ ടു 12. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതി സി ദിസ് വൺ. ഇവിടെ വാല്യൂ പുട്ട് ചെയ്യുക, you will get the value of n. Is it clear? Okay. Just ഒന്ന് ചെയ്തേ. ചെയ്തോ? ചെയ്തോ? വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടോ? ഒരാൾ പറയുന്നു വിചാരിച്ചു ബാക്കിയുള്ളവർ മിണ്ടായിരിക്കില്ല കേട്ടോ. ചോദിക്കുമ്പോൾ എല്ലാവരും പറയുക, റെസ്പോണ്ട് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ കൂടെ ഒപ്പം വരുന്നുണ്ട്, നമ്മളോടൊപ്പം നിങ്ങൾ മുന്നോട്ട് പോരുന്നുണ്ടെന്നുള്ളൊന്ന് കൺഫേം ചെയ്യാം. കഴിഞ്ഞു. എത്ര കിട്ടിയ ആൻസർ? 65 കിട്ടിയില്ലേ?
ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ കൂടി എഴുതി പോവുക. 65th ടേം ഓഫ് AP ഈസ് 132 മോർ ദാൻ 54th ടേം. 54th ടേമിനേക്കാളും 132 മോർ ആയിരിക്കും 65th ടേം. ഓക്കെ ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കി വായിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന AP യിൽ നിന്ന് മുന്നോട്ട് പോവുക. ജനറലി നമുക്ക് അതായത് ന്യൂമറിക്ക് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് വാല്യൂ പുട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കിനും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ കം ടു ദ ഫോർമുല ഫോർ സം ഓഫ് n ടൈംസ് ഓഫ് ആൻ AP. ഏതായാലും നമ്മുടെ ഫോർമുല ഓർമ്മയുണ്ടോ? SN ഈക്വൽ ടു അല്ലേ, SN. യൂഷ്വലി നമ്മൾ സം ഓഫ് n ടൈംസ് ഓഫ് ആൻ APക്ക് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ SN ആയിരുന്നു അല്ലേ. സം ഓഫ് n ടൈംസ് ഓഫ് AP ക്യാപിറ്റൽ S തന്നെ കൊടുക്കുക. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇത് ബ്രാക്കറ്റിൽ വരണം കേട്ടോ. n/2 ഇൻറ്റു ബാക്കിയുള്ളത് ബ്രാക്കറ്റിലാണ്. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ, ഈ ഫോർമുലകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഇതിനകത്ത് എഴുതി വെക്കണം കേട്ടോ. ഒരു ബോക്സിന്റെ അകത്ത് എഴുതി അതുപോലെ തന്നെ നമ്മൾ ഓക്കെ, ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും ഫോർമുലകൾ ഓരോ പ്രാവശ്യം എഴുതി തന്നെ പോകാൻ നോക്കണം. ഓക്കെ, നൗ കം ടു ഇതൊക്കെ ഇതിനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം കൂടെ ഓർത്തിരുന്ന് കൺഫ്യൂഷനിലോട്ട് പോകണ്ട. Find the sum of the first 100 natural numbers. That is, first 100 natural numbers എന്ന് പറയുന്നത് ഏതാ? 1 + 2 + 3 up to 100 അല്ലേ. That is A equal to 1, D equal to 1, 1 + 1. ഇതാണ് ടേംസ് പറയാം. 1, 2, 3 up to 100 അല്ലേ. The first term is 1 and the common difference is 1 and n equal to 100. So put the formula n/2 into 2a plus n minus 1 into d. Okay. Okay. Now find the sum of 23 terms and n terms of the AP. The AP is given by 16, 11, 6, 1, etc. etc. Okay. ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. S23 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫോർമുല, ജനറൽ ഫോർമുല SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അത് നമുക്കറിയാം. A വേണം, D വേണം അല്ലേ. n ഈക്വൽ ടു 23 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ A എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് ടേം ഈക്വൽ ടു 16. D എന്ന് പറയുന്നത് ഏതാ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറന്നു പോകരുത്. സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, അല്ലെങ്കിൽ തേർഡ് മൈനസ് ഫസ്റ്റ്, അല്ലെങ്കിൽ ഫോർത്ത് മൈനസ് തേർഡ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ബാക്കിൽ പ്രീസീഡിങ് ആയിട്ടുള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ. സോ ഇവിടെ D എന്ന് പറയുന്നത് എന്ത് വരും? -5 ആണ്. 11 മൈനസ് 16. ഇത് കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം, ഇത് തെറ്റിപ്പോകരുത്. ദെൻ S23 എന്ന് പറയുന്നത് ഫോർമുല ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. n/2 ഇൻറ്റു 2a പ്ലസ്, പിന്നെ ഒരു A ഇല്ല, 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ. n എന്നാ നമുക്കറിയാം, A എന്നാന്നറിയാം, D എന്നാന്നറിയാം. ഓക്കെ, ചെയ്ത് നോക്കിയേ. പിന്നെ എൻ്റെ ജനറൽ ഫോർമുല, അതിൻ്റെ nth ടേം എന്ന് പറഞ്ഞിരിക്കുന്ന ജനറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ജനറൽ nth ടേം n എന്ന് പറയുന്നത് n ആയിട്ട് തന്നെ പുട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ റിസൾട്ട് വിൽ ബി ഇൻ ടേംസ് ഓഫ് n. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നുള്ളതേ ഉള്ളൂ. n/2 ഇൻറ്റു 2 ഇൻറ്റു A നമുക്കറിയാം, n മൈനസ് 1 ഇൻറ്റു d. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദി ജനറൽ ഫോർമുല ഫോർ ദിസ് AP. ഈ APക്കുള്ള ജനറൽ ഫോർമുലയാ, അല്ല ജനറലി ഉള്ളതല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ജസ്റ്റ് ഈ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്തേ, നമുക്ക് അടുത്തതിലോട്ട് പോകാം.
അതൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ളതുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനിലോട്ട് വരിക, മുന്നോട്ട് പോവുക.
കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, കംപ്ലീറ്റ് ആയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് തൊട്ടൊന്ന് പറഞ്ഞുതരാം, അത് എനിക്ക് ക്ലിയർ ആയില്ല ശരിക്കും. ഏതാണ് മനസ്സിലാവാത്തത്? ഫൈൻഡ് ദ, ഇതെല്ലാം നമ്മൾ ചെയ്തോണ്ടിരുന്നേ. സം ഓഫ് ദ 23 ടേംസ്, അതായത് S23 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്നിന്റെ ഫോർമുല എന്താ? A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു AP നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതുക. A = 16, കോമൺ ഡിഫറൻസ് -5 അല്ലേ? ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ പോരെ? എന്താണ് സംശയം? എന്താണ് പിന്നെ? -897 കിട്ടിയോ? 39 ഏതാണ്? 23/2 n/2 into 2 into n 2a plus 23 minus 1 into -5. 23/2 into 32. ഇത് 22 minus -10. Then okay, this is -78. See, 23 into 78/2. That's 39. 23/2 into -78. ഇത് ചെയ്യുമ്പോൾ ഇനി അതിന്റെ ജനറൽ ഫോർമുല എഴുതുക. എന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം വായിച്ചു നോക്കിയേ. ഹൗ മെനി ടേംസ് ഓഫ് ദ AP 1 for this is AP must be taken so that the sum may be 750. അതായത് SN നമുക്ക് തന്നു, 750 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? N ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലേ? Sum is given. Then how many terms of the AP must be taken so that sum may be 715. Okay, ഇത് തന്നിരിക്കുന്ന APക്കകത്ത് നമുക്ക് A നമുക്ക് അറിയാം. A = 1, D = 4 - 1D ആൻഡ് SN തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് എന്നിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. Is it clear? ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നോക്കിക്കേ, N എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന എങ്ങനെയാ പിള്ളേരെ? ഫോർമുല ഓർമ്മയുണ്ടോ? B plus or minus ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? AX² plus BX plus C = 0 അല്ലേ? ഇതാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ = 2. ഓക്കെ, അപ്പൊ x² കോയിഫിഷ്യന്റ് A, എക്സിന്റെ കോയിഫിഷ്യന്റ് B, ദിസ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫോർമുല -B പറഞ്ഞേ ശരിയാണ്, പറയൂ. അതായത് നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 2 വാല്യൂ കിട്ടും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അല്ലേ? അതാണ് പ്ലസ് ഓർ മൈനസ് വന്നിരിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² minus 4A into C. C അല്ലേ? C ആണ് നമ്മുടെ കോൺസ്റ്റന്റ്. നമുക്ക് 3 കോഎഫിഷ്യന്റേ ഉള്ളൂ, A B C. -B plus or minus root of B² minus 4AC divided by 2A. 2 into A. Okay. E -B plus root of B² minus 4AC by 2A is one solution. -B minus root of B² minus 4AC by 2A is the second solution. Is it clear? Okay. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. നമ്മള് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് നമുക്ക് നിങ്ങൾക്ക് സിലബസിൽ തന്നെ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യണം കേട്ടോ, ചെയ്തു നോക്കണം. ഓക്കെ, അടുത്തത് ഈ പ്രോബ്ലംസ് ഒക്കെ വായിച്ചു നോക്കുക, വായിച്ചിട്ട് ചെയ്യണം.
Okay, is it clear? Now is equal to find the nth time. SN കണ്ടുപിടിക്കുക. nth ടൈമിന്റെ തന്നിരിക്കുന്നത് ജനറൽ ഫില്ലോട്ട് വരിക, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. നോക്കാം ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? Geometric progression or geometric sequence, or briefly GP. Geometric progression is a sequence in which each term except the first is obtained by multiplying the term immediately preceding it by a fixed number. That is, should be a non-zero number ആയിരിക്കണം. The fixed number is called the common ratio. അല്ലേ? നമ്മുടെ AP എന്ന് പറയുന്നത് എന്തായിരിക്കും? First term A, and when the common ratio is R, we multiply this first term multiplied by R, we get R, AR, second term. When second term is multiplied by R, R is the common ratio. We get the third term similarly. അല്ലേ? നമുക്ക് എല്ലാ ടേംസും കിട്ടും. ദാറ്റ് ഈസ് നമ്മുടെ കോമൺ റേഷ്യോ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? AR ഡിവൈഡ് റേഷ്യോ ബിറ്റ്വീൻ ദിസ്. മറ്റൊരു നമ്മൾ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ റേഷ്യോയാണ് നമ്മൾ നോക്കുന്നത്. അല്ലേ? അല്ലേ? AN മൈനസ് nth ടേം minus a divided by an minus 1. അതായത് n equal to 2 ആണെങ്കിൽ a2 by a1 or a3 by a2 or a4 by a3 likewise. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 6 കിട്ടുന്നത്. മറ്റേത് നമ്മൾ എ പിയിലായിരുന്നെങ്കിൽ എന്തായിരുന്നു? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. അവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക ചെയ്തത്, അല്ലേ? ബിക്കോസ് ദ കോമൺ ഫാക്ടർ നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് അടുത്ത ടൈമിലോട്ട് പോയത്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. സോ കോമൺ റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ്ങിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ? Clear. Okay. Now come to a formula. The nth term of GP is an equal to AR raised to n minus 1. ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ അതുപോലെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ ഫോർമുലകൾ എഴുതി നിങ്ങൾ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല, നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും, തെറ്റിപ്പോകത്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, nth term is AR raised to n minus 1. Now come to ratio of two terms of GP. nth term mth term തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് AN by AM equal to R power n minus 1. n minus m. AN by AM. nth term by mth term. R power n minus 1. Okay. Clear ആയോ? ഹലോ? ഈ ഫോർമുലകൾ എഴുതി പോണം കേട്ടോ. Now find R the next R and the next 4 times. 3, 1, minus 1 by 3, minus 1 by 9, etc. അപ്പോൾ നമ്മൾ എന്ത് വരും? നമ്മുടെ A എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം മൈനസ് 3 AR, അതായത് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. സോ R ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മൈനസ് 3, അല്ലേ? ദാറ്റ് ഈസ് മൈനസ് 1 by 3. തെറ്റിപ്പോകരുത്, എയും ആറും ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ ടൈമുകൾ വരുമ്പോൾ. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് 4 ടൈംസ് എഴുതാനായിട്ട് എന്ത് വരും? AR അല്ലേ? ആദ്യത്തെ 4 ടൈം തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മൈനസ് 1 by 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം കിട്ടും. അതിനെ A5നെ മൈനസ് 1 by 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടൈം കിട്ടും. ലൈക്ക് വൈസ് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി അടുത്ത് തന്നിരിക്കുക ഡിറ്റർമിൻ 12th ടേം ഓഫ് ദ GP ഹൂസ് 8th ടേം ഈസ് 192 ആൻഡ് ദ കോമൺ റേഷ്യോ ഈസ് 2. ദാറ്റ് ഈസ് നമ്മൾ ആ റേഷ്യോ ബിറ്റ്വീൻ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യാം. ദ 12th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
then whose eighth term is 192 തന്നിട്ടുണ്ട് നമുക്ക്. Then നമുക്കറിയാം ratio between two terms equal to r power അല്ലേ n minus 2 അല്ല സോറി n minus m അല്ലേ. നമ്മുടെ ഈ ഫോർമുല നമ്മളിവിടെ ഒരു ഫോർമുല പഠിച്ചില്ലായിരുന്നോ? an by ar, r എന്ന് പറയുന്ന കോമൺ റേഷ്യോ റേസ് ടു n മൈനസ് m. ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ്. A12 നമുക്ക് കിട്ടും. ഓക്കെ, അത് തന്നെ ചെയ്യാനുള്ളത്. ഓക്കെ, നൗ കം ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. സി 3 numbers are in AP. 3 numbers AP ലാണ് പറഞ്ഞിരിക്കുക. ആൻഡ് their sum is 15. If 1, 3 and 9 be added to them respectively ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, സെക്കൻഡിന്റെ കൂടെ 3 ആഡ് ചെയ്യുക, തേർഡിന്റെ കൂടെ 9 ആഡ് ചെയ്യുക. They form a GP. Find the numbers. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 3 numbers are in AP. അവരുടെ സമ്മ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ടേമുകൾ ഫസ്റ്റ് സെക്കൻഡ് ടേമുകളുടെ കൂടെ 1, 3, 9 ആഡ് ചെയ്യുമ്പോൾ അത് GP ആയി മാറും. ഓക്കെ, then find the numbers നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 3 numbers 3 numbers are in AP എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ AP യെ പറ്റി പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? A plus D, A plus 2D, ഇങ്ങനെ നമ്മൾ ജനറലി നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് 3 numbers are in AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി അസ്യൂം ദാറ്റ് A minus D, A and A plus D are in AP. നമ്മൾ നമ്പേഴ്സിനെ അസ്യൂം ചെയ്യുന്നത് ഈ വേയിൽ അസ്യൂം ചെയ്ത് വരണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തത്? സി, അതിന്റെ സം ഈക്വൽ ടു 50. നമ്മൾ മറ്റേ രീതിയിൽ അസ്യൂം ചെയ്താൽ നമുക്ക് കിട്ടണം. പക്ഷെ ഈ രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി. നമുക്ക് അതിന്റെ മുന്നോട്ടുള്ള പ്രൊസീഡിങ്സ് വളരെ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് A minus D, A plus D. AP അല്ലേ? ഇതിൻ്റെ കൂടെ D ആഡ് ചെയ്യുമ്പോൾ A കിട്ടും, എയുടെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് D ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടൈം കിട്ടും അല്ലേ. They are in AP. Is it clear? ഓക്കെ, അതെന്തിനാ നമ്മൾ ഈ രീതിയിൽ ആഡ് ചെയ്യുന്നത്? എന്തിനാന്ന് നോക്കിയേ. their sum equal to 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 ടേം ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ D ക്യാൻസൽ ആവും. ഇത് എയുടെ ടൈമിലാവും. എ എന്ന് പറയുന്ന ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും. Is it clear? അപ്പൊ ആ കാര്യം മറന്നുപോയത്. 3 numbers are in AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്പേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് A minus D, A plus D എന്നാണ്. അപ്പൊ നമുക്ക് തന്ന അടുത്ത പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടേം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നമുക്ക് വേണ്ടത്? എയും ഡിയും ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് ഡയറക്ട്ലി കിട്ടും അല്ലേ. ആഡ് ചെയ്തപ്പോ നോക്കിയേ, 3A ഈക്വൽ ടു 15 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ A ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേറൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താ? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എയും ഡിയും കണ്ടുപിടിക്കണം. അടുത്തൊരു കണ്ടീഷൻ തന്നിരിക്കുന്നത് ഈ 1, 3, 9 ബി ആഡഡ് ടു ദം റെസ്പെക്റ്റീവ്ലി. അതായത് ഫസ്റ്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഫസ്റ്റ് A പ്ലസ് ഡി, A മൈനസ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ A മൈനസ് ഡി എന്നായിരുന്നു അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏത് വരും? A മൈനസ് ഡി പ്ലസ് 1. സെക്കൻഡ് ടൈം A ആയിരുന്നു, അതിന്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതൊക്കെ. ആൻഡ് മൂന്നാമത്തെ ടൈം A പ്ലസ് ഡി ആണ്, അതിന്റെ കൂടെ 9 ആഡ് ചെയ്യുക. R in GP എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. റൈറ്റ്? നമ്മുടെ എയിം എന്താ? ഫൈൻഡ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം എയും ഡിയും കിട്ടിയാലേ നമുക്ക് നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത ഡി കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് ആണ് അവർ തന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്പർ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തെ അവര് GP എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം GPയുടെ 3 ടേംസ് നമുക്ക് കിട്ടി. ദെൻ നമുക്കറിയാം റേഷ്യോ ബിറ്റ്വീൻ ദിസ് ഡിവൈഡ് ബൈ ദിസ് എന്ന് പറയുന്നത് ദിസ് ഡിവൈഡ് ബൈ ദിസ് ആയിരിക്കും. കോമൺ റേഷ്യോ ആയിരിക്കും അല്ലേ. സെക്കൻഡ് ടൈം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടൈം വിൽ ബി ഈക്വൽ ടു എന്ന് പറയുന്ന കോമൺ റേഷ്യോ. ദാറ്റ് കോമൺ റേഷ്യോ വിൽ ബി സെയിം ആസ് തേർഡ് ടൈം ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം. Is it clear? So we know that A plus 3 divided by A minus D plus 1 equal to third term divided by second term. Okay.
ഇവിടെ നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് a = 5 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ a = 5 പുട്ട് ചെയ്യുക. we get an equation in D. That will be a quadratic equation ആണ് നമുക്ക് കിട്ടുന്നത്. ക്വാഡ്രാറ്റിക് ഓക്കെ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ we get a quadratic equation in D. Okay. Is it clear? ഇത് നോക്കി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അല്ലെങ്കിൽ നിങ്ങൾ എയുടെ വാല്യൂ ഈ ഇക്വേഷനെ കോൾ ചെയ്യുക ഇക്വേഷൻ 1 എന്ന്. എയുടെ വാല്യൂ ഇവിടെ നമ്മൾ പുട്ട് ചെയ്ത് നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായി. a = 5. ദാറ്റ് ഈസ് 5 + 3. ഇവിടെ 5 കൊടുക്കുക. അപ്പം d + 5 + d + 9 അല്ലേ? ദാറ്റ് ഈസ് 15 + 9 15 + d വരും. ഇത് a = 5 - d + 1 ദാറ്റ് ഈസ് 4 - d വരും. ഇത് രണ്ടും 5 + 3 8 വരും അല്ലേ? ദാറ്റ് ഈസ് അതാണ് ഇവർ ഇതിൻ്റെ അകത്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വേണം എയുടെ വാല്യൂ പുട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. സോ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് d. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ആൻ ഇക്വേഷൻ in D. ഞാൻ ഒന്ന് ഡോർ ഒന്ന് തുറന്നു കൊടുത്തിട്ട് വരാമേ. ചെയ്തു വാ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ചെയ്തു വാ. ഹലോ. ഓക്കെ. കേൾക്കാം. കിട്ടിയോ? ചെയ്യുന്നില്ല. ഓക്കെ. ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകണം കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ബാക്കി ചെയ്യുന്നതെല്ലാം തെറ്റായി പോയില്ല, നമുക്കൊരു വേസ്റ്റ് ആയി പോകും. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു വരണം.
കിട്ടിയോ? ഇക്വേഷൻ കിട്ടിയോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഹലോ, കേൾക്കുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയോ? അത് കിട്ടി. അത് കിട്ടി. അത് തന്നെ സോൾവ് ചെയ്തോ? ഇതൊരു സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതുന്ന കൺഫ്യൂഷൻ നമ്മൾ സെക്കൻഡറി ലെവലൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. പ്രോഡക്റ്റ് ഈക്വൽ ടു മൈനസ് അല്ലേ 20 ആൻഡ് സം ഈക്വൽ ടു 8. സോ വി ക്യാൻ നമുക്ക് അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് -20 സം 80 വരണമെന്നുണ്ടെങ്കിൽ റൂട്ട്സ് ആരൊക്കെ ആയിരിക്കും? -10 ഉം 2 ആയിരിക്കും അല്ലേ? പ്രോഡക്റ്റ് -20 കിട്ടിയോ? സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യുക. -b. ബി എന്ന് പറയുന്നത് ഏതാ? 8. a ഈക്വൽ ടു 1, b ഈക്വൽ ടു 8 ആൻഡ് c ഈക്വൽ ടു -20 അല്ലേ? -b പ്ലസ് ഓർ മൈനസ് √(b²) -4ac ഡിവൈഡ് ബൈ 2a. സംശയമുള്ളൊരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വിടുക. രണ്ട് ഇക്വേഷൻ കിട്ടും. ഡിയുടെ വാല്യൂ കിട്ടിയോ? ഹലോ, കിട്ടി. ഓക്കെ, -10 ഉം 2 ഉം കിട്ടി. രണ്ടെണ്ണം വരും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? d will be having two values, d equal to -10 and d equal to 2. See, ഇവിടെ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. when d equal to -10 the numbers are, see numbers നമ്മൾ അസ്യൂം ചെയ്ത് ഏതായിരുന്നു? a minus d, a plus d are the numbers അല്ലേ? and we know that a equal to 5 and when d equal to -10 എന്തായി? d equal to -10 and a equal to 5. ഏതായിരുന്നു നമ്മുടെ നമ്പേഴ്സ്? a minus d, a plus d അല്ലേ? So the numbers are 15, 5 and -5. This is one case, and we have another case also. When d equal to 2 the numbers are ഏത് വരും? 3, 5, 7. Is it clear? ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം അപ്പം ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം, അസംഷൻ. നമുക്ക് 3 നമ്പേഴ്സ് ആർ ഇൻ AP എന്ന് തന്നു കഴിഞ്ഞാൽ യു അസ്യൂം ദാറ്റ് ദ നമ്പേഴ്സ് ഷുഡ് ബി a minus d, a plus d. എന്തുകൊണ്ടാണ്? അതിന്റെ സമ്മോ അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഫസ്റ്റ് ഒരു ടേം ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഒരു ടേം നമുക്ക് ന്യൂമറിക് വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാൽക്കുലേഷൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും.
അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി tedious ആയിരിക്കും. ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. Okay, now come to the sum of n terms of a GP. Sum of n terms of a GP equal to Sn equal to A into 1 minus R raised to n divided by 1 minus R. See, this is the case when R less than 1 and when R is greater than 1, Sn എന്ന് പറയുന്നത് എന്തായിരുന്നു? A into R raised to n. AR raised to n എന്നായിരുന്നു. കാരണം ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ബാക്കി ഒരു എന്താ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലോട്ടാണ് പോകുന്നത് അല്ലേ? പക്ഷെ നമുക്ക് നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇത് തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതേപ്പറ്റി ബോധർ ചെയ്യണ്ട. വെൻ ആർ നോട്ട് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിപ്പോ അല്ലേ? ഓക്കെ, സോ generally when r not equal to 1, the sum of the n terms of a GP equal to A is the first term, R is the common ratio. So A into bracket la idu ketto 1 minus R power n divided by 1 minus R. Okay, now come to the find the sum to 20 terms of a GP 120, 96, 72, minus 54, etc. ഇവിടെ A എന്ന് പറയുന്നത് ഏതാണ്? 128 and AR equal to minus 96, so R equal to എങ്ങനെ വരും? 96 minus 96 divided by 122, which is equal to 3 minus 3 by 4. Okay. Okay. Here R not equal to 1, so sum will be equal to A into 1 minus R raised to n divided by 1 minus ഇതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകണം. 1 മൈനസ് ഇത് നെഗറ്റീവ് വാല്യൂ അല്ലേ? ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. ആർ ബ്രാക്കറ്റ് തന്നെ കൊടുക്കണം, എങ്കിലേ നമ്മളത് ചെയ്യുമ്പോൾ തെറ്റാതെ ചെയ്തു പോകത്തുള്ളൂ. ഓക്കെ, is it clear? ഹലോ, മൈനസ് 3/4 എന്ന് പറയുമ്പോഴത്തേന് എന്താവും? ഇത് ബ്രാക്കറ്റിലാണ്, മൈനസ് മൈനസ് പ്ലസ് ആവും. 1 പ്ലസ് 3/4 ദാറ്റ് ഈസ് അതിനെ ഫ്രാക്ഷൻ ആക്കി വരുമ്പോഴത്തേന് എന്താവും? 7/4 അല്ലേ? ഡിവൈഡ് ബൈ 7/4 ആണ് മൾട്ടിപ്ലൈഡ് ബൈ 4/7 എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കാനായിട്ട് നോക്കണ്ട. ഈ ഒരു അതിനെ എത്ര സിംപ്ലിഫൈ ചെയ്ത് ന്യൂമറിക് വാല്യൂയിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കണമെന്നില്ല. ഈ ഒരു ഫോം ഇത്രയും വരെയെങ്കിലും ആക്കി എഴുതി വെക്കണം. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് ചെയ്തു വരിക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ മുമ്പേ ചെയ്ത പോലത്തെ ആ കാറ്റഗറിപ്പെട്ട വേറെ ഒരെണ്ണം, 3 terms in GP. See, if sum of the 3 terms in GP is 38 and their product is 1728, find the numbers. ഇങ്ങനെ നമ്മൾ 3 ടേംസ് നമുക്ക് തന്നിട്ട് അതിന്റെ സമ്മോ പ്രോഡക്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ AP ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയായിരുന്നു അസ്യൂം ചെയ്യുന്നത്? A മൈനസ് ഡി, A പ്ലസ് ഡി അല്ലേ? പക്ഷെ ഇഫ് ദേ ആർ ഇൻ GP നമ്മൾ അസ്യൂം ചെയ്ത് എങ്ങനെയാണെന്നറിയോ? A മൈനസ് ആർ ഫസ്റ്റ് ടേം, ഇതിനെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A കിട്ടി, ദെൻ AR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR കിട്ടി. ദാറ്റ് ഈസ് A മൈനസ് ആർ, AR are the 3 numbers. Is it clear? Okay. അതെന്താ നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഇത് സം ഓഫ് ദ നമ്പേഴ്സ്, this sum of the numbers equal to 38 and their product equal to this number എന്ന് തന്നു കഴിഞ്ഞാൽ നോക്കി അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്താ സംഭവിക്കുന്നത്?
ആർ ക്യാൻസൽഡ്, എ ക്യൂബ് ഈക്വൽ ടു 1 നമ്പർ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് എയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. ഓക്കെ, ആ എയുടെ വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ അല്ലേ? കാൽക്കുലേറ്റർ കയ്യിലുണ്ടാവും. ഫോണാണ് നിങ്ങളുടെ ഫോൺ. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹോളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സാമിനേഷൻ ഹോളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഏതോ അത് കയ്യിലുണ്ടാവണം ക്ലാസ്സിൽ വരുമ്പോൾ. നിങ്ങൾ ചോദിക്കണം, സെന്ററിൽ ചോദിക്കണം. സെന്ററിലെ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നത്. എനിക്കതേപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങളുടെ സെന്ററിൽ ചോദിക്കുക. എന്തായാലും ഓർഡിനറി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഗ്രി ലെവലിൽ തൊട്ട് നമുക്ക് കാൽക്കുലേറ്റർ എക്സാം ഹോളിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓർഡിനറി പറ്റും, അപ് ടു ഏത് ഗ്രേഡ് വരെ ഉള്ളത് പറ്റും എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കണം. ബാക്കി മെമ്മറി ഒക്കെ ഉള്ള സാധനം ഒന്നും അലൗഡ് അല്ല. കാരണം ചോദിച്ചാൽ അത് പല മാൽ പ്രാക്ടീസിലോട്ടും കാര്യങ്ങൾ പോകും. അപ്പൊ അത് നിങ്ങൾ ചോദിച്ചിട്ട് കാൽക്കുലേറ്റർ ആയിട്ട് വന്നിരിക്കുക. കാരണം ചോദിച്ചാൽ ഇനി ന്യൂമറിക്കൽ കാൽക്കുലേഷൻ നമ്മൾ +2 വരെ ലെവലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വരെ പ്രാക്ടീസ്. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മറ്റ് ആപ്ലിക്കേഷൻ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കാൽക്കുലേഷന് വേണ്ടി സമയം കളയാനായിട്ട് അധികം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക്. പിന്നെ അടുത്തത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്ത് പുട്ട് ചെയ്യുക, എയുടെ വാല്യൂ പുട്ട് ചെയ്യുക. സോ യു ഗെറ്റ് ഇതുപോലെ മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ കിട്ടും. അതിൽ നിന്ന് ആറിന്റെ വാല്യൂ കാൽക്കുലേറ്റ്. ഇത് ഇവർ ചെയ്ത പോലെ ഷോർട്ടായിട്ട് എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ഡയറക്ട്ലി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് എത്രയാണ് കിട്ടുന്നത്? 6r² - 13r + 6 അല്ലേ, ഈക്വൽ ടു 0 എന്ന് പറയും. ഇതിൽ കൂടുതൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് 6ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യായിരുന്നു. ഇതത് പറ്റത്തില്ല. സോ ഇവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. പല മാർഗങ്ങളിൽ നമുക്ക് എഴുതാം. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്യുക. p² - 4ac / 2a. ചെയ്യാം, ഈ പ്രോബ്ലം കൂടെ ചെയ്യാം. അതൊരു ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഫോർമുലയും നമുക്കൊന്ന് കൺഫേം ആവും. ഇഫ് സം ഓഫ് 3 ടൈംസ് ഇൻ GP ഈസ് ആൻഡ് പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ നമ്പേഴ്സിനെ 3 നമ്പേഴ്സ് GP തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാവുള്ളൂ നമ്പേഴ്സിനെ.
എന്താ ഈ കിട്ടിയോ ആറിന്റെ വാല്യൂ? ഹലോ, ചെയ്തോണ്ടിരിക്കുക. ഓക്കെ സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ചെയ്തോ.
കിട്ടി. കിട്ടിയോ? Then 3 numbers കിട്ടിയോ? ആ A by R രണ്ട് സിറ്റുവേഷനും. R equal to ഒരെണ്ണം 2/3, next 3/2 അല്ലേ? Okay. Okay, now come to we have another result. Sum of the infinite number of a GP. If R lies between -1 and 1, see നമ്മൾ മുമ്പേ പറഞ്ഞത് R is less than 1, then the sum of infinite GP will be equal to A by 1 minus R. Okay. ജസ്റ്റ് ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയേക്കണേ. നമുക്ക് ഈ യൂണിറ്റ് അങ്ങ് തീർക്കാം. ഇനി 2 സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഒരാളെ ഉള്ളോ? ബാക്കിയുള്ളവരെല്ലാം പോയോ? വാട്ട് അബൌട്ട് പവിത്ര? എവരിവൺ? അഭിജിത്ത്? ഹലോ അഭിജിത്ത്, ചെയ്യുന്നുണ്ടോ പ്രോബ്ലം? Abhijit, are you doing? Okay. Okay, നമ്മൾ അടുത്ത പാർട്ടിലോട്ട് നമുക്ക് പോകാം. Now come to another progression, arithmetic geometric progression. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു പ്രോഗ്രഷൻ ആണ് AGP. AGP, that is the A sequence is said to be arithmetic geometric progression if the nth term അത് obtain ചെയ്യുന്നത് mth term is obtained by multiplying the nth term of GP and AP. AP യുടെയും GP യുടെയും nth ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. Thus AGP is, and the nth term of AGP is given by this. വലിയ ബോധർ ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഫോർമുലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ആ ഫോർമുല നോക്കിയിട്ട് ഫസ്റ്റ് ടേം ഓരോന്നും എന്ത് ടേം ആദ്യത്തെ ടേമുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. Now come to the harmonic progression. Harmonic progression എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ? ഹലോ, ഓക്കെ. A sequence A1 A2 up to non-zero numbers is said to be harmonic progression. എപ്പോഴാണ് harmonic progression നമ്മൾ പറയുന്നത്? They are compared to arithmetic progression, that is 1 by A1 1 by A2. ഇതിന്റെ ഓരോന്നിന്റെ reciprocal arithmetic progression form ചെയ്താൽ we say that the terms A1 A2 A3 are in HP, harmonic progression. Okay, is it clear? Okay. ഹാർമോണിക് പ്രോഗ്രഷൻ ഒരു പ്രോഗ്രഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേമിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഫോംസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഹാർമോണിക്കിലോട്ട് അപ്പം നമ്മൾ വരുന്നത്. അരിത്തമെറ്റിക്കിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം, എന്ത് ടേം അറിയാം, സം ഓഫ് ദ ടേംസ് ഒക്കെ അറിയാം അല്ലേ? ഓക്കെ, ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ HP. സി HP തന്നിരിക്കുന്നത്, നമുക്ക് അതിന്റെ സീരീസ് തന്നിരിക്കുന്നത് 1/3, 1/7, 1/11, 1/15. അപ്പൊ നമുക്കറിയാം HP എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മുടെ തന്നു കഴിഞ്ഞാൽ, ഹാർമോണിക് പ്രോഗ്രഷൻ നമ്മുടെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ ആദ്യമേ ചെയ്യുന്നത്? അതിന്റെ ഓരോ ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 3, 7, 11, 15 R in AP ആയിരിക്കും. ഇതാണ് ഹാർമോണിക് പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടി. അതാണ്. ഓക്കെ, സി നോക്കിക്കേ, 3, 7, 11, 15.
3 plus 4 7, 7 plus 4 11, 11 plus 4 15, etc. So this is an AP. അല്ലേ? അപ്പൊ 10th ടേം ഓഫ് HP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? AP-യുടെ 10th ടേം ചെയ്യും, അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതും, HP-യുടെ 10th ടേം ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തേ. ഓക്കെ. ചെയ്തോ? ആ 39 കിട്ടി. ദെൻ നമ്മൾ ആൻസർ എഴുതണം. 10th ടേം ഓഫ് HP ഈസ് 1/39. ശരി. Okay. Okay. Now come to the some general formulas. Sum of the first n natural numbers and their squares and cubes. Then for sum of the first n natural numbers, Sn equal to എന്താണ് ഫസ്റ്റ് n 1 plus 2 plus 3 up to n, which is equal to n into n plus 1/2. ഓക്കെ. ആ ഫോമുല ഒന്ന് എഴുതിയേക്കൂ.
ഹലോ ഹലോ, ആ ചെയ്തോ? എഴുതിയോ? Then next one come to sum of the squares of the first 10 natural numbers. Just a formula ഓർത്തിരിക്കുക. Sn equal to sum of the squares of the first natural numbers. 1 square plus 2 square plus up to n square equal to എന്താണ് 1/6 into n plus 1 into 2n plus 1. ഓക്കെ. എഴുതിയോ? ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, ഈ ഫോമുലകൾ കേട്ടോ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇന്നലെ ഓർത്തിരിക്കണം. Now come to sum of cubes of first 10 natural numbers. എന്താണ് 1 cube plus 1 cube plus 2 cube plus 3 cube up to n cube equal to 1/4 into n square into n plus 1 the whole square. അതായത് ഓർമ്മയുണ്ടോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഒരു പരിചയം തോന്നുന്നോ? n ടേംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/2 into n into n plus 1 അല്ലേ? സ്ക്വയർ അല്ലേ? ഓക്കെ. അപ്പോൾ സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു this one, and in sigma notation, sigma k varies from 1 to n k equal to sum of n terms, sum of the squares of n terms and the sum of the cubes of n terms. In sigma notation കൂടി ഒന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ. ശരിയോ? ആ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ സീക്വൻസ് ആൻഡ് സീരീസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 3 പ്രോഗ്രഷൻ, അത് 2 ഉള്ളു കാര്യമായിട്ടുള്ളത്. HP എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, അരിത്തമാറ്റിക് പ്രോഗ്രഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ, അത് ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ വായിച്ചു നോക്കുക കൃത്യമായി. അവിടെയെല്ലാം നമുക്ക് 2 പാരാമീറ്റേഴ്സ് ഉള്ളു. എയും അരിത്തമെറ്റിക്കിന്റെ അകത്താണ് എയും കോമൺ ഡിഫറൻസും, മറ്റേതാണെങ്കിൽ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ അല്ലേ? ഈ 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോമുല എന്ത് ടേം, സം ഓഫ് ദ n ടേംസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ചു നോക്കുക, തന്നിരിക്കുന്ന ഡേറ്റ എഴുതുക, എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തു പോകുക. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ, തെറ്റിപ്പോകരുത്. ഓക്കെ. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? ക്ലിയർ ആയോ? അടുത്തതിലോട്ട് പോവാം.
രണ്ടുപേരേ ഉള്ളൂ. ബാക്കി എനിക്ക് വാട്ട് ഈസ് ദ പ്രോബ്ലം? എനിക്ക് ഐ തിങ്ക് ഈസ് ദ പ്രോബ്ലം ഓഫ് നെറ്റ്വർക്ക് പ്രശ്നമാണോ അതോ കുട്ടികൾ ക്ലിയർ ആവുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് വാട്ട് കേൾക്കുന്നുണ്ട്. അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവരൊക്കെ ആദ്യം കുറച്ച് കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കഴിയുമ്പോഴത്തേനും കുറച്ച് പേര് അങ്ങ് മാറിപ്പോവാണല്ലോ. നിർത്തി പോകുന്നതാണോ അതോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 hours വരുന്നത് കാരണം നമുക്കല്ലാതെ നമ്മുടെ പോർഷൻ തീർത്തുമില്ല 2 hours ചെയ്ത് പോയില്ലെങ്കിലും, അല്ലേ? പിന്നെ തീരെ നമ്മൾ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോർഷൻ പകുതി നമ്മൾ ലീവ് ചെയ്യേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ ഇതുപോലെ പോകുന്നല്ലേ. അത് ദാറ്റ് മീൻസ് നിങ്ങൾ ഹയർ സെക്കൻഡറി വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ സിലബസ് എന്ന് പറയുന്നത്. അത്ര കൂടുതൽ നിങ്ങൾ പഠിക്കുന്നില്ല, അല്ലേ? ഇതെല്ലാം നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതാണ്. ഇതിലും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് ഒരു പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ ഇതങ്ങ് ഫ്രഷ് ആയിരിക്കത്തില്ല, അല്ലേ? അതെ, ആദ്യമായിട്ട് കേൾക്കുന്നു, കണ്ടിട്ടുണ്ട് പെട്ടെന്ന്. അതെ, ആ ഒരു പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് നോക്കി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല നിങ്ങൾക്ക് തനിയെ ചെയ്തു പോകാനായിട്ട്. പക്ഷേ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലുള്ളൊരു ഗുണം ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ പഴയ മെമ്മറി എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരും. ക്ലാസ്സിലിരുന്ന് മിനിമം നമുക്ക് ഓരോരോ പ്രോബ്ലം നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 70% നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ബാക്കി. അതതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ക്ലാസ് അറ്റൻഡ് ചെയ്ത. ഓക്കെ, നൗ കം ടു ദ കോംപ്ലക്സ് നമ്പേഴ്സ്. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഹലോ. എന്താ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്താ പിള്ളേരെ? √(-1) വരിക എന്നുള്ളത്, അല്ലേ? ഒരു ഇമാജിനറി പാർട്ട് അവിടെ കയറി വരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടുകൾ ഒരു സം ടൈം വരെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. പിന്നീടാണ് അതിൻ്റെ ഒരു വാല്യൂയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റെ പറ്റി കൂടുതൽ സ്റ്റഡി നടത്താനും കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകാനും പഠിച്ചത്. ഓൾ നമ്പേഴ്സ് വിത്ത് വിച്ച് വി ഹാവ് ഡെൽറ്റ് സോ ഫാർ വെർ റിയൽ നമ്പേഴ്സ്. ഹൗവർ, ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ഡേറ്റ എന്താണ് നമ്മുടെ ഡിറ്റർമിനന്റ് പാർട്ടുകളിലോട്ടൊക്കെ വരുമ്പോൾ ആർ എനി കോൺസ്റ്റന്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്നവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജനറലി നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അവിടെ നമുക്കൊരു റിയൽ പാർട്ട് ആൻഡ് ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാവും, അല്ലേ? ഐ എന്ന് പറയുന്നത് എന്താണ്? √(-i) ആണ് നമ്മൾ -1-നെയാണ് നമ്മൾ ഐ എന്നൊരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്, ഇമാജിനറി പാർട്ട് എന്നുള്ള ഒരു പാർട്ട്. കാരണം ഇതിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന് √(-1) എന്ന് പറയുന്നതിന് ഐ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് നമ്പറിന്റെ റൂട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ x+iy എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് y ദിസ് ഈസ് ദ വേർ x ആൻഡ് y ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ദിസ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് i വന്നിരിക്കുന്ന പാർട്ടിനാണ്. ഇത് രണ്ട് പാർട്ടാ, അല്ലേ? പ്ലസ് കൊണ്ടാകുമ്പോഴത്തേക്കും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് ദിസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. ഓക്കെ, -1. Okay, so often in that is we use I denote to √(-1). See, I immediately follows I square equal to -1. Hello, is it clear? Hello. Okay, that is I എന്ന് പറയുന്ന I square എന്ന് പറയുമ്പോൾ -1, I cube എന്ന് പറയുമ്പോൾ -i(i⁴) എന്ന് പറയുമ്പോൾ I square എന്ന് പറയുന്നത് -1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ മുന്നോട്ട് ആലോചിച്ച് നോക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? Okay, now come to the definition. A complex number is any number that can be put in the form a+i bi, where a and b are real numbers and I equal to √(-1). The form a+bi is called the standard form of the complex number. Standard form of the complex number mean ചെയ്ത് എന്താണ്? a+ib എന്ന് മീൻ ചെയ്ത് അതിൻ്റെ അകത്തൊരു റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇഫ് ബി ഈക്വൽ ടു 0 ദിസ് പാർട്ട് ഇല്ല, അതിൻ്റെ അകത്ത് റിയൽ നമ്പർ മാത്രം, റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, we usually denote a complex number by z. യൂഷ്വലി നമ്മൾ z എന്ന് പറയുന്ന നൊട്ടേഷനാണ് കോംപ്ലക്സ് നമ്പേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. And we write small z equal to a+bi. The real part of z is called
denoted by real part of z, and imaginary part of z is denoted by im of z. Real part എന്ന് പറയുന്നത് ഏതാ? This part, and imaginary part എന്ന് പറയുന്നത് this part. Is it clear? Clear. Okay. Now, equality of two complex numbers, if and only if their real parts are equal and their imaginary parts are equal. That is, if z1 equal to a plus bi and z2 equal to c plus di are two complex numbers, z1 equal to z2, then a plus bi equal to c plus di if and only if എന്താണ് real parts are equal, a equal to c and b equal to d. Is it clear? Clear. Okay. Now come to the algebra of complex numbers. Two complex numbers are added if they are algebraic binomial. That is, if they are added, real പാർട്ടുകളെ നമ്മൾ ആഡ് ചെയ്യും, ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യും, അല്ലേ? സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. And the sum will be also a complex number. Okay. So we assume that z1, two complex numbers, z1 equal to a plus bi, z2 equal to c plus di, then z1 plus z2 എന്ന് പറയുന്നത് എന്താവും? a plus c എന്ന് പറയുന്നത് റിയൽ പാർട്ട് പ്ലസ് b plus d into I is a imaginary part. Okay. Again, z1 plus z2 will be a complex number. Is it clear? Okay. Now, the illustration. See, just ഇത് രണ്ട് നമ്പേഴ്സിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. Ten minus two. 2i. റിയൽ പാർട്ടുകൾ 2i. നമ്മൾ ആഡ് ചെയ്യുക. 7 plus 3 10. അത് റിയൽ പാർട്ടാണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 4i minus 6i. അതായത് 4 പെൻസിലും എന്താ പറയാ -6 പെൻസിലും ആഡ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയേ ഉള്ളൂ. ഐ എന്ന് പറയുന്നത് അതാണ് അതിന്റെ സിമിലർ ആയിട്ടുള്ള പാർട്ട്, ഇമാജിനറി പാർട്ട്, അല്ലേ? അത് തമ്മിൽ ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലേ? അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 പെൻസിൽ പ്ലസ് 2 പെൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സെയിം കോൺസെപ്റ്റ് നമ്മൾ റിയൽ നമ്പേഴ്സ് ചെയ്യുന്ന അതേ ഒരു കോൺസെപ്റ്റ്. Then come to the subtraction of two complex numbers. z1 equal to a plus bi, z2 equal to c plus di, then z1 minus z2 equal to a minus c. Corresponding numbers subtract ചെയ്യുക. Plus b minus d into I. Is it clear? Clear. Okay. Okay, അപ്പൊ ഇത് ചെയ്ത് നോക്കി ആദ്യത്തേത്. റിയൽ നമ്പർ പോലെ ചെയ്യുന്നല്ലേ? എന്തോ? റിയൽ പോലെ മറ്റേ സാധാരണ അതുപോലെ തന്നെ ചെയ്തു വരുന്നതാണ്. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകളെ ഒന്നിച്ച് എഴുതുക. അതായത് ഐയുടെ ടേംസുകൾ ഒന്നിച്ചു വരും. അതാണ് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് ഇവിടെ വേറെ വരും. എ പ്ലസ് ബി ഐ ഫോമിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ സബ്ട്രാക്ഷൻ ഇതൊന്ന് ചെയ്യേ. സബ്ട്രാക്ഷനോ അഡീഷനോ നമ്മൾ മുമ്പേ നമ്മൾ ചെയ്ത പോലെയൊക്കെ തന്നെ.
5i എന്ന് പറയുമോ? എന്തോ 5i. ഇതോ ഇതെങ്ങനെ വന്നു? -4 + -1 that is -5 -5 അല്ലേ? 10i + 2i that is 12i. നമ്മൾ ഇത്ര തലപോഞ്ഞ് ആലോചിക്കാനൊന്നും ഇല്ലെന്നേ. നമ്മുടെ റിയൽ പാർട്ടുകളെ തമ്മിൽ ചെയ്യുക, ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ചെയ്യുക. ആഡ് ചെയ്യുന്ന സെയിം ആണല്ലോ, ആ വെയിലാണല്ലോ സബ്ട്രാക്ഷനിലോട്ട് നമ്മൾ വരുന്നത്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? അഡീഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇതേ വെയിലാണ് സബ്ട്രാക്ഷനിലോട്ട് നമ്മൾ വരുന്നത്. അതിന്റെ നെഗറ്റീവ് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്ന മീനിങ്. കിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ച ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. സി Z1 = a + bi, Z2 = c + di ആർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i² എന്ന് പറയുന്നത് നമുക്കറിയാം -1 ആണ് അല്ലേ? അപ്പൊ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? a × c ac, then a × di എന്ന് പറയുന്നത് ad × i, then cb × i വരും, then bi × di വരുന്നത് എന്ത് വരും? bd × i² വരും. i² എന്ന് പറയുന്നത് -1 അല്ലേ? സോ ഇറ്റ് വിൽ ബി റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏത് വരും? ac - bd + ad + bc × i. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ടേം വരും അല്ലേ? റിയൽ പാർട്ടിനെ ഒന്നിച്ച് എഴുതുക, ഇമാജിനറി പാർട്ടിനെ ഒന്നിച്ച് എഴുതുക, അത്രയേ ഉള്ളൂ. അതിന്റെ കോഎഫിഷ്യന്റ് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി x + y × a + b എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? കറസ്പോണ്ടിങ് അല്ലേ? എക്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാ? x × a + x × b, y × a + y × b. ഇവിടെ കോംപ്ലക്സ് നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ സി ഒരെണ്ണം b × i bi × di ഇങ്ങനെ ഒരു ടേം നമുക്ക് അവിടെ വരും അല്ലേ? bi × di. ഓക്കെ. അപ്പൊ എന്താവും? bd × i² വരും. i² എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. സോ ദാറ്റ് വിൽ ബി റിയൽ പാർട്ടിലോട്ട് പോകും. കാരണം പിന്നെ ഡി ഐ ഇല്ല അതിന്റെ കൂടെ. അതുകൊണ്ടാണ് ac - bd വരുന്നത്. റിയൽ പാർട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചൊക്കെ നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നിർത്താം. ഹലോ, സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്.